പക്ക KGF ഈക്വലാக இருக்குது. നല്ല ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് പോരാ, ഒരു ബലമില്ല സെക്കൻഡ് ഹാഫ്. ഇല്ലേ ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് പടമാണ്. എന്നാലേ വയലൻസ് ഉണ്ട്, വയലൻസ് ആ രീതിക്കുള്ള ഒരു വയലൻസ് ഉണ്ട്. അങ്ങനെ ധനുഷിൻ്റെ 50-ാം ചിത്രം, ധനുഷ് സംവിധാനം ചെയ്ത് നായകനും കൂടി ആയിരുന്നു. ധനുഷിൻ്റെ 50-ാം ചിത്രം റിലീസ് ആയിരുന്നു രായൻ. അപ്പോൾ സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ആക്ഷനായിരുന്നു, നല്ല ആക്ഷനായിരുന്നു, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. അടിപൊളി പടം ബ്രോ, ഒരു രക്ഷയില്ല. ധനുഷിന്റെ ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്, നല്ല പടം. സൂപ്പറായിരുന്നു, അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് പോരാ, ഒരു ബലമില്ല സെക്കൻഡ് ഹാഫ്. ഒരുപാട് ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ വരെയൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ധനുഷിൻ്റെ ഒരു വെറൈറ്റി, അസുരൻ അതേപോലെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ബലം തോന്നിയില്ല ബ്രോ. പടം കൊള്ളാം, എന്ന് വെച്ചാൽ ധനുഷിൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് പടമാണ്. എന്നാലും എക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും പോകണ്ട, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയാൽ എല്ലാവർക്കും നല്ല ഇതായിരിക്കും. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോ ഫ്രെയിമൊക്കെ ആണെങ്കിൽ ധനുഷിൻ്റെ ഫസ്റ്റ് പടമല്ലേ, അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ പോയാൽ മതി. അതീ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കാര്യം ധനുഷിൻ്റെ 50-ാമത്തെ സിനിമ കിടക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ആയിരുന്നാലും ആക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. நல்லா இருந்துச்சு, ஆக்டிங் நல்லா இருந்துச்சு. വയലൻസ് ഉണ്ട്, വയലൻസ് ആ രീതിക്കുള്ള ഒരു വയലൻസ് ഉണ്ട്. അത് പറഞ്ഞത്. പക്ഷേ 50th മൂവി എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് അത് ഇതായിട്ടില്ല. നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തതെന്ന്, പക്ഷേ അത് അത്രയ്ക്കില്ല. നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തത് ഇല്ല. വൺ ടൈം മൂവിയാണ്, വൺ ടൈം വാച്ചുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു ധനുഷിൻ്റെ 50th സിനിമയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഹൈപ്പൊക്കെ ഉണ്ട്. അത്രയ്ക്കുള്ള ഹൈപ്പിലൊന്നും വന്നിട്ടില്ല പടം. ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പടം പോയിട്ടുള്ളത്, സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്രദർ സിസ്റ്ററിൻ്റെ കോംബോ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പാസമുണ്ട്, നന്നായിട്ട് പാസം കയറിയിട്ടുണ്ട്. തങ്കച്ചി പാസവും അന്നം പാസവും ഒക്കെ കലർത്തിയിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിൽ. പിന്നെ കുഴപ്പമില്ല, ഈ ഫൈറ്റിംഗ് ഒക്കെ നമ്മുടെ പീറ്റർ ഹെയ്നാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ ആ ക്ലീശ സാധനമൊക്കെ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റോറി വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ ഏതോ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വേണ്ടെന്നാണ് ഒരു ഇത്. കുഴപ്പമില്ല, പാട്ടിൻ്റെ ഡാൻസും കൊറിയോഗ്രാഫൊക്കെ ചെയ്തിട്ടുള്ള കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട് പടം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടം. അതിനനുസരിച്ച് വയലൻസ് ഉണ്ട് പടത്തിൽ, നല്ല വയലൻസ്, നല്ല പടമായിരുന്നു. അത് ഫാൻസിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പടത്തിനകത്തുണ്ട്. പിന്നെ ധനുഷ് നല്ലതായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതങ്ങനെ ഇഷ്ടപ്പെടുമോയെന്ന് അറിയാൻ പറ്റത്തില്ല. വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത രീതിയിലുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല. പക്ക KGF ഈക്വലാக இருக்குது. നല്ല വയലൻസ്, എത്ര പ്രാവശ്യം കാണാം സിനിമ, അത്രയും നല്ല ലുക്കുണ്ട്. സാങ് അടിപൊളി, ഏറമാൻ സാങ് അടിപൊളി സാങ്ങാണ്. വേറെ സൂപ്പർ, അത് നല്ല നൈസ്.